പ്രിയപ്പെട്ടവരെ, ട്രംപിന്റെ മകൻ ബാറൂൺ ട്രംപിന്റെ തലയ്ക്ക് $10 മില്യൺ ഇറാൻ പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുടെ ജുഡീഷ്യൽ മിനിസ്ട്രി ഇപ്പോൾ $10 മില്യൺ ഇറാന്റെ പ്രധാനപ്പെട്ട 5 നേതാക്കളുടെ തലയ്ക്ക് ഇപ്പോൾ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്റർ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നതാണ്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട റിവാർഡ് അപ് ടു 10 മില്യൺ ഫോർ ഇൻഫർമേഷൻ ഓൺ IRGC കീ ലീഡേഴ്സ്. IRGCയുടെ വളരെ പ്രധാനപ്പെട്ട ഈ നേതാക്കളെ കുറിച്ച് വിവരം നൽകുന്ന ആളുകൾക്ക് $10 മില്യൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനെ കുറിച്ചുള്ള പൂർണ്ണ വിവരം ഞങ്ങൾക്കുണ്ട്, വധിക്കുന്നവർക്ക് $10 മില്യൺ എന്നാണ്. എന്നാൽ ഇത് ചെറിയ വ്യത്യാസം, $10 മില്യൺ വിവരം നൽകുന്നവർക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ നേതാക്കളെ കുറിച്ചുള്ള വിവരം അമേരിക്കയുടെ ഇസ്രയേലിന്റെ ചാര സംഘങ്ങളുടെ കൈകളിൽ ഇല്ല എന്ന് തന്നെയാണ്. അവരെ കുറിച്ചുള്ള വിവരം നൽകിയാൽ അവർക്ക് $10 മില്യൺ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരെല്ലാമാണത്? ഒന്നാമത്തേത് IRGCയുടെ ലീഡർ, ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തലവനാകുന്ന അഹ്മദ് വഹീദി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ നീക്കങ്ങളായിരിക്കണം അമേരിക്കക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് $10 മില്യൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഖാത്തമുൽ അംബിയ എന്നറിയപ്പെടുന്ന ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവൻ അലി അബ്ദുള്ള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഇതേ രൂപത്തിലുള്ള, അദ്ദേഹത്തിന്റെ തലക്കും ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന ആളുകൾക്ക് $10 മില്യൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യോമസേനയിലുള്ള പ്രത്യേകമായും ഡ്രോൺ യൂണിറ്റുകളുടെ കമാൻഡർ ആകുന്ന സയ്യിദ് ആഹ്ജാനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം നൽകുന്ന ആളുകൾക്കും ഇതേപോലെ $10 മില്യൺ ഉണ്ട്. അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് നടത്തുന്ന IRGCയുടെ ആ ഒരു ഗ്രൂപ്പിന്റെ തലവൻ ഹാമിദ് ഷക്രിയാൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അവർക്കും ഇതേ രൂപത്തിലുള്ള ഒരു റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേൾഡിലെല്ലാം, അമേരിക്കയിലും അമേരിക്ക പുറത്താണെങ്കിലും അവരുടെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്താൻ ഈ ഒരു വിങ് ആണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ IRGCയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കമാൻഡർ, അതിന്റെ തലവൻ മാജിദ് കാദിമി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം, ഇവരെ കുറിച്ചെല്ലാം വിവരം നൽകുന്ന ആളുകൾക്ക് $10 മില്യൺ ഇപ്പോൾ അമേരിക്കയുടെ ജുഡീഷ്യൽ മിനിസ്ട്രി തന്നെ ഇങ്ങനെ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കയാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും, അമേരിക്കയും ഇസ്രയേലും അതുപോലെ തന്നെ ഇറാൻ ആണെങ്കിലും നേതാക്കളെ വധിക്കാനുള്ള ഒരു പ്രത്യേകമായ യുദ്ധ തലങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇറാന്റെ പല ലീഡേഴ്സിനെയും വധിക്കുക എന്നതിൽ അമേരിക്കയും ഇസ്രയേലും ശ്രദ്ധ പുലർത്തിയിരുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അത്തരം നീക്കങ്ങൾ വലിയ രീതിയിൽ ഇസ്രയേലിനും അമേരിക്കക്കും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു റിവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കുറിച്ചുള്ള വിവരം അറിയിക്കുന്ന ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള പാരിതോഷികമെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തലങ്ങളിലേക്കാണ് ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.